നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ MA സോഷ്യോളജി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജെൻഡർ ആൻഡ് സൊസൈറ്റി എന്ന പേപ്പറിലെ 4ാമത്തെ ബ്ലോക്ക് ആയിട്ടുള്ള ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് എന്ന ഭാഗത്തെ 1ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന പാഠഭാഗമാണ്. അപ്പൊ ഈ ഒരു യൂണിറ്റിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ത്രീകളുടെ വികസന സൂചികകള്, അതുപോലെ കേരളത്തിലെ ലിംഗഭേദവുമായി ബന്ധപ്പെട്ട സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള്, അതുപോലെ തന്നെ കേരളത്തിലെ സ്ത്രീ സംഘടനകള് എന്നിവയൊക്കെ തിരിച്ചറിയുക അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്ന തരത്തിലാണ് ഈ ഒരു പാഠഭാഗം കടന്നു പോകുന്നത്. അപ്പൊ നമ്മുടെ വികസന തന്ത്രങ്ങളൊക്കെ എത്രത്തോളം പുരുഷ കേന്ദ്രീകൃതമായിരുന്നു എന്ന് ഇന്ത്യയുടെ അനുഭവം വളരെയധികം തെളിയിക്കുന്ന തരത്തിലാണ് നമ്മൾ മുന്നിലെ കണ്ട യൂണിറ്റുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയത്. അപ്പൊ ഈ ഒരു ഇത്തരത്തില് കേരളത്തിന്റെ പ്രശ്നം രാജ്യത്തിന്റെ മറ്റു രാജ്യങ്ങളിലെ പല ഭാഗങ്ങളിൽ നിന്നും നോക്കുകയാണെങ്കിൽ തികച്ചും വ്യത്യസ്തമായ തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇനി നമ്മൾ ഈ കേരള മോഡലും ലിംഗഭേദവും എന്ന ആ ഒരു തലക്കെട്ട് പഠിക്കുമ്പോൾ നിരവധി സംസ്ഥാന സംരംഭങ്ങൾ ഉണ്ടായിരുന്നിട്ടും ലിംഗപരമായിട്ടുള്ള അസമത്വം എന്നത് ഇന്ത്യയിലുടനീളം വ്യാപകമായിട്ടുണ്ടായിരുന്ന ഒന്നായിരുന്നു. അപ്പോ കൂടാതെ പല സംസ്ഥാനങ്ങളിലും പരമ്പരാഗത സൂചികകളിലൊക്കെ വളരെ താഴ്ന്ന നടപടികളൊക്കെ ആയിരുന്നു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സാക്ഷരത, വിവാഹപ്രായം എന്നിവയുടെ കാര്യത്തിലൊക്കെ എങ്ങനെയായിരുന്നു? കേരളത്തിലെ സ്ത്രീകൾ മികച്ച അല്ലെങ്കിൽ രാജ്യത്തുടനീളമുള്ള സ്ത്രീകളെക്കാൾ മികച്ച പ്രകടനങ്ങളൊക്കെ ആയിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇത്തരം ദേശീയ പ്രവണതകളെ ധിക്കരിച്ചുകൊണ്ട് കൂടുതൽ തുറന്നതും അതുപോലെ സ്ത്രീകളെ ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള വികസന മാതൃകകൾ അവസാനിപ്പിച്ച അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നടന്നിരുന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനമായിരുന്നു കേരളം എന്ന് പറയുന്നത്. അപ്പൊ ഈ കേരള മോഡൽ വികസനത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് സ്ത്രീകൾ ഒരുപാട് സംഭാവനകളൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ സ്ത്രീകളുടെ പുരോഗതിയിൽ സംസ്ഥാനത്തിന്റെ മാതൃ സമൂഹം വളരെയധികം സ്വാധീനം ചെലുത്തിയ ഒന്നായിരുന്നു. ഇനി ലിംഗഭേദം മൂലധനം എന്ന ആശയം പ്രയോഗിക്കുകയാണെങ്കിൽ കേരളത്തിലെ ആധുനിക ലിംഗബന്ധങ്ങള് മനസ്സിലാക്കാനായിട്ട്, അതായത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പൊ വിദ്യാഭ്യാസം വർദ്ധിച്ചിട്ടും സ്ത്രീകൾ ഇപ്പോഴും വീടിന്റെ സ്വകാര്യ മണ്ഡലത്തിലൊക്കെ ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ അവിടെ മാത്രമുള്ളവരായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോ ഈ സ്ത്രീത്വത്തിന്റെ സവിശേഷതകള്, അതുപോലെ തന്നെ അതായത് സ്ത്രീകളുടെ സവിശേഷത എന്ന് പറയുന്നത് ഗാർഹികത, സൗമ്യത, അതുപോലെ തന്നെ പുരുഷ മേധാവിത്വത്തിന് വിധേയത്വം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സ്ത്രീകളുടെ ലിംഗമൂലധനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുരുഷാധിപത്യ ചായ്വുകളുടെ വർദ്ധിച്ചു വരുന്ന ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ സ്ത്രീകളെ ജോലിയിൽ നിന്ന് പുറത്തു പോകുന്നതിനും, അതുപോലെ വധുവിന്റെ മാതാപിതാക്കൾ വരന് വധുവില നൽകുന്ന അത്തരത്തിലുള്ള സ്ത്രീധന ആചാരങ്ങളൊക്കെ സമൂഹത്തില് പൂർണ്ണമായിട്ടും ഇടപഴകാനുള്ള സ്ത്രീകളുടെ കഴിവിനെയൊക്കെ പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ കേരള മോഡൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ ഏകദേശം 50% സീറ്റുകള് സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്തിട്ടുണ്ട്. അത് 2009 നടപ്പാക്കിയിട്ടുള്ള കേരള പഞ്ചായത്ത് രാജ്, അതുപോലെ കേരള മുനിസിപ്പാലിറ്റി ബില്ല് തുടങ്ങിയവയൊക്കെ പാസ്സാക്കിയത് ഈ ഒരു കേരള മോഡലിന്റെ ശക്തിപ്പെടുത്തലിന് നിർണായകമായ ഒരു ഘടകമായിരുന്നു. അതുപോലെ ഇത് സംസ്ഥാനത്തെ ഏറ്റവും സ്ത്രീകളുടെ മത്സരശേഷിയെയും അതുപോലെ വികസന സാധ്യതകളെയൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. 2016 ഈ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിലെ 152 രാജ്യങ്ങളിലെ 108ാമത്തെ സംസ്ഥാനമായിട്ടാണ് ഇന്ത്യയെ കണക്കാക്കപ്പെടുന്നത്. വിദ്യാഭ്യാസപരവും അല്ലെങ്കിൽ തൊഴിൽപരവുമായിട്ടുള്ള വേർതിരിവുകളുടെ പ്രാഥമിക കാരണം എന്നത് സ്ത്രീകളുടെ അധ്വാനത്തെ വില കുറച്ച് കാണുന്നതാണ് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പരിചരണം, അതുപോലെ നഴ്സിംഗ് പ്രധാനമായും സ്ത്രീകളുടെ ആധിപത്യമുള്ള മേഖലകളാണ്. അപ്പൊ അവ ചിലപ്പോൾ മൂല്യച്യുതി വരുത്തുകയും അതുപോലെ സ്വാഭാവിക സ്ത്രീ സ്വഭാവം ആയി കണക്കാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ സ്ത്രീകൾ സാമ്പത്തിക തൊഴിൽ നേടുന്നതിനായിട്ട് അവരുടെ സ്ത്രീ മൂലധനം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഈ ജോലികളിൽ ഭൂരിഭാഗവും
പരിചരണ സേവന വ്യവസായങ്ങളിലാണ് കൂടുതലായിട്ടും നിലനിന്നിരുന്നത് സ്ത്രീകള്. അതുപോലെ തന്നെ ഈ തൊഴിൽ മേഖലകളിൽ എന്താണ് സാമൂഹിക കൺവെൻഷനുകളുടെയും അതുപോലെ ലിംഗഭേദത്തിന്റെയും ഒക്കെ നിയന്ത്രണങ്ങൾക്ക് കീഴിൽ സ്ത്രീകൾ എന്താണ് എങ്ങനെ അവരുടെ കരിയറിനെ കുറിച്ച് തീരുമാനമെടുക്കുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് സ്ത്രീകളുടെ ഇത്തരത്തിലുള്ള ജോലികളെയൊക്കെ നിർണയിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അതിന്റെ ചരിത്രപരമായ ഘടകങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ 1950കളില് യനാൻ ചൈനീസ് കമ്മ്യൂണിസത്തിന് ജന്മം നൽകിയതിന്റെ ഭാഗമായി ഇന്ത്യൻ കമ്മ്യൂണിസത്തിന്റെ കളിത്തൊട്ടിലായി കണക്കാക്കാവുന്ന പ്രശ്നബാധിതമായ ഒരു സംസ്ഥാനമായാണ് കേരളത്തെ എന്താണ് എഴുത്തുകാരും അതുപോലെ തന്നെ ബുദ്ധിജീവികളൊക്കെ പരാമർശിച്ചിട്ടുള്ളത്. 1957 കേരളത്തിന്റെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഈ ഒരു ആശയം ശക്തമാവുകയും ഏതാണ്ട് ഒരു തലമുറയോളം നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ നിലനിൽക്കുകയും ഒക്കെ ചെയ്തു. വിചിത്രവും എന്നാൽ എന്താണ് വളരെ മനോഹരവുമായ ഒരു സാമൂഹിക സൂചകങ്ങൾക്ക് ഊന്നൽ നൽകുകയാണ് ഇതുണ്ടായത്. 1970കളില് അനുപാതവും ഉയരുന്ന ശരാശരി ആയുർദൈർഘ്യവും അല്ലെങ്കിൽ 1970കളിലെ ഉയരുന്ന തരത്തിലുള്ള അനുപാതവും അതുപോലെ തന്നെ എന്താണ് ശരാശരി ആയുർദൈർഘ്യവും മാർക്സിസ്റ്റ് സിദ്ധാന്തത്തെക്കാൾ മുൻതൂക്കം നേടാനൊക്കെ ആയിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ദൈവത്തിന്റെ സ്വന്തം നാടായിട്ടുള്ള കേരളം എന്നത് ഇന്ത്യയിലെ 13ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ഇത്തരം ഈ കേരളത്തിന്റെ എന്താണ് വളർച്ചാ വിവരണം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കേരളം എന്ന് പറയുന്നത് എന്താണ് മറ്റ് സംസ്ഥാനങ്ങളുടെ ഓരോ ഭാഗങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ അതിന്റെ എല്ലാ തരം രീതികളിൽ രാഷ്ട്രീയപരമായിക്കോട്ടെ സാമൂഹികമായ എന്നാലും എന്താണ് വളരെ വ്യത്യസ്തമായ തരത്തിലാണ് കേരളത്തിന്റെ ഒരു ഘടന തീർച്ചയായിട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ വളരെ വ്യത്യസ്തമായിട്ടാണ് കേരളം കടന്നു പോകുന്ന ഇത്തരം സാഹചര്യങ്ങളിലൂടെയൊക്കെ. ഈ വിപ്ലവത്തിന് വികസനത്തിന്റെ കേരള മാതൃക എന്ന ഉചിതമായ നാമകരണവും കേരളം ചെയ്തിട്ടുണ്ട്. അതുപോലെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനം മികച്ചത് അല്ലെങ്കിലും അതുപോലെ സാമൂഹിക അളവുകോലിൽ അവർക്ക് എന്താണ് കാര്യമായിട്ടുള്ള ഒരു പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട്. അതായത് സാമ്പത്തിക വികസനത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ സാമൂഹികത്തിന്റെ കാര്യത്തിൽ കുറച്ച് താഴ്ന്ന നിലയിലാണ് നിൽക്കുന്നതെങ്കിലും അവർക്ക് എന്താണ് അതിന്റെ കുറച്ചധികം തന്നെ മറ്റു രാജ്യങ്ങളിലേക്കാൾ കുറച്ചധികം തന്നെ പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ 2019 സാമ്പത്തിക അവലോകനം അനുസരിച്ച് ദേശീയ ശരാശരി 65% മാത്രമുള്ളപ്പോൾ കേരളത്തില് 92% സ്ത്രീ സാക്ഷരതാ നിരക്കാണ് ഇന്നുള്ളത്. ഇപ്പോൾ എന്താണ് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ വികസനവും ലിംഗഭേദവും പരസ്പരം എങ്ങനെയാണ് ഇത് സംഭാവനകൾ ചെയ്യുന്നത് എന്നൊന്ന് ചോദിച്ചാല് കേരളത്തിന്റെ ഈ മെച്ചപ്പെടുത്തലുകളിലൊക്കെ സാധ്യമാക്കുന്നതിന് സംസ്ഥാനത്തിന്റെ വളർച്ചയിൽ സ്ത്രീകൾ അതിയായിട്ടുള്ള പങ്കുകൾ വഹിച്ചിട്ടുണ്ട് എന്നാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. അതുപോലെ സംസ്ഥാനത്തിന്റെ ഓരോ പ്രദേശത്തും എന്താണ് സ്ത്രീകള് എത്രത്തോളം വ്യത്യസ്തമായി പങ്ക് വഹിച്ചു എന്നതിലും വളരെ വ്യത്യാസമായിട്ട് ഉള്ള കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിരുന്നാല് എന്താണ് ഭൂഖണ്ഡങ്ങള് അല്ലെങ്കിൽ കുടുംബം അല്ലെങ്കിൽ ബന്ധുത്വം അതുപോലെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ഘടനയെ നിയന്ത്രിക്കുന്ന നിയമങ്ങള് എന്നിവയിലെ മാറ്റങ്ങളൊക്കെ എന്താണ് സ്ത്രീകളുടെ സ്ഥാനം ശക്തിപ്പെടുത്താനൊക്കെ ആയിട്ട് സഹായിച്ചു എന്നാണ് പറയുന്നത്. ഇനി ഒരു അധിക ബോണസ് എന്ന നിലയിൽ എന്താണ് വഴക്കമില്ലാത്ത ജാതി ഘടനയുടെ തകർച്ചയ്ക്ക് ഇത് കാരണമാവുകയും ചെയ്തു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ പ്രധാന പ്രവിശ്യകളായിട്ട് വർത്തിച്ചിരുന്ന തിരുവിതാംകൂർ, കൊച്ചി തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കളൊക്കെ കേരളത്തിന്റെ വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് വേണ്ടി പ്രാഥമികമായി ഉത്തരവാദിത്വം നൽകിയവരായിരുന്നു. 1817 തിരുവിതാംകൂർ രാജ്ഞി റാണി ഗൗരി പാർവതി എല്ലാവരുടെയും വിദ്യാഭ്യാസത്തിന് എന്താണ് സംസ്ഥാനം പണം നൽകണമെന്ന് തുടക്കം മുതൽ തന്നെ വ്യക്തമാക്കിയിരുന്ന ഒരു വനിതയായിരുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിലൂടെയുള്ള ഒരു പ്രബുദ്ധതയുടെ വ്യാപനം മികച്ച പൗരന്മാരെയും പണ്ഡിതന്മാരെയും ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇടയാക്കുമെന്നും അവർ പറയുകയുണ്ടായി. ഇനി ഈ നെക്സ്റ്റ് വരുന്നത് എന്താണ് മാട്രിലീനിയൽ സിസ്റ്റവും വികസനവും എന്നുള്ളതാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജ്ഞാനേതാവും അതുപോലെ നോബൽ പുരസ്കാര ജേതാവുമായിട്ടുള്ള അമർത്യ സെന്നിന്റെ അഭിപ്രായത്തില്
സമൂഹത്തിലെ ഉയർന്ന വർഗ വിഭാഗങ്ങൾക്കിടയിൽ സ്വത്ത് എന്നത് അനന്തരാവകാശത്തിന്റെ മാതൃക രേഖയാണെന്നും ഈ ഒരു സമ്പ്രദായത്തിന്റെ വ്യാപനം എന്താണ് കേരളത്തിന്റെ വിജയത്തിന് കാരണമായേക്കാവുന്ന മറ്റൊരു ഘടനയുമാണ് എന്നാണ് പ്രശസ്ത നോബൽ പുരസ്കാര ജേതാവായിട്ടുള്ള അമർത്യ സെന്നിന്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഈ വികസന മാതൃകയുടെ അവസ്ഥ മനസ്സിലാക്കേണ്ടത് എന്താണ് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. 20-ാം നൂറ്റാണ്ടില് ഇത് കുറയുകയും അതുപോലെ തന്നെ 1976 ഇത് പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമാവുകയും ചെയ്തതായാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ അങ്ങനെ അത്തരത്തിൽ പറയപ്പെടുന്നുണ്ടെങ്കിൽ തന്നെയും സംസ്ഥാനത്തിന്റെ വളർച്ചയുടെ ഭൂരിഭാഗവും എന്താണ് മാട്രിലീനിയൽ മാതൃകയിലാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. മാട്രിലീനിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് നമ്മളെ ഈ മാട്രിലീനിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അത്രയും സംസ്ഥാനത്തിന്റെ വളർച്ചയില് പൂർണ്ണമായിട്ടും ആ ഒരു കേരള സമൂഹത്തിലെ സ്ത്രീകളുടെ അവസ്ഥകളെ മനസ്സിലാക്കുക, അതായത് ഈ മരുമക്കത്തായം പോലുള്ള അത്തരം ഒരു സിസ്റ്റങ്ങളായിരുന്നു എന്നാണ് ഈ മാട്രിലീനിയൽ സിസ്റ്റത്തെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അതുപോലെ നെക്സ്റ്റ് വരുന്നത് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ എന്തൊക്കെയാണ്, അതായത് പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഇവിടെ കേരളത്തിന്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രസ്ഥാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ചരിത്ര രേഖകളുടെ സ്വഭാവം അതുപോലെ തന്ത്രങ്ങളും ഉപയോഗിച്ച് ആരംഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ചരിത്ര രചന എന്താണ് എപ്പോഴും പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ശ്രമമായിട്ടാണ് പൊതുവെ കണ്ടുവന്നത്. ഇന്ത്യയുടെ മുഖ്യധാര സാഹിത്യ ചരിത്രത്തില് സ്ത്രീകളുടെ ജീവിതവും അതുപോലെ തന്നെ വനിതാ ആക്ടിവിസ്റ്റുകളുടെ സാമൂഹിക പ്രവർത്തനങ്ങളും എന്താണ് എല്ലായ്പ്പോഴും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. കാരണം മിക്ക എഴുത്തുകാരും അല്ലെങ്കിൽ സയന്റിസ്റ്റുകളോ എന്തോ ആയിക്കോട്ടെ അങ്ങനെയുള്ള മുഖ്യധാരയിൽ നിൽക്കുന്ന ആളുകളൊക്കെ എന്താണ് എഴുതിയിട്ടുണ്ടായിരുന്നത് കൂടുതലും പുരുഷന്മാരെ കേന്ദ്രീകരിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചായിരുന്നു. അവർ സ്ത്രീകളെ പൊതുവെ താഴ്ന്ന ഒരു രീതിയിലാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്കായിരുന്നു അത്തരത്തിൽ അന്നൊക്കെ കൂടുതൽ മുൻതൂക്കം നൽകിയിരുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തിന്റെ ലിംഗഭേദത്തിന്റെ കാര്യത്തിലാണെങ്കിൽ മനോഹരമായിട്ടുള്ള സാമൂഹിക സൂചകങ്ങളെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ പഠിച്ചിട്ടുണ്ടെങ്കിലും മറ്റൊരു തരത്തിൽ എങ്ങനെയാണ് അത് ശക്തമായ മാർക്സിസ്റ്റ് പാർട്ടി ഉൾപ്പെടുന്ന സംസ്ഥാന രാഷ്ട്രീയ പ്രേരിത സമൂഹവും അതുപോലെ കേരള മോഡൽ എന്ന് വിളിക്കപ്പെടുന്നവരും എന്താണ് സ്ത്രീകളെ നിർത്തുകയും അതുപോലെ അവരുടെ സംഭാവനകളെയൊക്കെ അവഗണിക്കുകയുമാണ് ചെയ്തത്. അതുപോലെ തന്നെ അങ്ങനെ അവഗണിക്കുകയാണ് ചെയ്തത് എന്താണ് ഫെമിനിസ്റ്റുകൾ ഒരുപാട് വിമർശനങ്ങൾ അവകാശപ്പെടുകയൊക്കെ ചെയ്തു. അതായത് സ്ത്രീകളെ താഴ്ത്തി കൊണ്ട് കൂടുതലും എല്ലാ മേഖലകളിലും പുരുഷന്മാരെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഉള്ള സാഹിത്യപരമായിട്ടും അതുപോലെ മറ്റെഴുത്തുകളായിക്കോട്ടെ എല്ലാം അവരിൽ മാത്രം മുൻതൂക്കം കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഫെമിനിസ്റ്റുകളൊക്കെ എന്താണ് ഇതിനെതിരെ ഒരുപാട് വിമർശനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 1980-കളില് സ്ത്രീകൾ വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള സാമൂഹ്യ സുഹൃത്തുക്കളെയൊക്കെ കൂട്ടിയിട്ട് എന്താണ് ചെറിയൊരു സാമൂഹ്യ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചോടെയാണ് ഇത്തരത്തിൽ സ്വതന്ത്ര സ്ത്രീ പ്രസ്ഥാനം ങ്ങളൊക്കെ കേരളത്തിൽ എന്താണ് ആരംഭിക്കാനായിട്ട് തുടങ്ങിയത്. 1970-കളിലെ ഇന്ത്യൻ വനിതാ പ്രസ്ഥാനം ചെറിയ ഗ്രൂപ്പുകളാൽ ഒക്കെ നിർമ്മിതമായിരുന്നുവെങ്കിലും അതിന്റെ പ്രവർത്തനം എന്താണ് ഗവേഷണ അധിഷ്ഠിതമായ ടീമുകളുമായിട്ടുള്ള ഒരു സാമ്യത്തോടു കൂടിയായിരുന്നു അവരുടെ അത്തരത്തിലുള്ള സംഘടനകളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ അംഗത്തിന്റെ ഭൂരിഭാഗവും എന്താണ് അക്കാഡമിക് വിദഗ്ധരായതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങളിലെ പശ്ചാത്തലം രേഖപ്പെടുത്തുന്നതിലും അതുപോലെ അത് പ്രചരിപ്പിക്കുന്നതിലും അവരെന്താണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്നിരുന്നാൽ എന്താണ് അക്കാഡമിക് വിദഗ്ധർ എന്നതിലുപരി ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഉയർന്നു വരുന്ന അത്തരത്തിലുള്ള പുരോഗമന സംഘടനകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേരളത്തിലെ ഫെമിനിസ്റ്റുകൾ എന്താണ് സാധാരണ കൂടുതലും പൗരന്മാരായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതുപോലെ പുരുഷാധിപത്യ വ്യവസ്ഥകളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്താണ് ഫെമിനിസ്റ്റുകൾ എന്താണ് അധിഷ്ഠിത സ്ത്രീകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന പുരോഗമന ഗ്രൂപ്പുകളുമായിട്ട് ഒരിക്കലും അവർക്ക് ഒത്തുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ബലാത്സംഗം, അതുപോലെ സ്ത്രീധന കൊലപാതകങ്ങള്, ഗാർഹിക പീഡനം,
തുടങ്ങിയ വാർത്തകളോടും അതുപോലെ വനിതാ സംഘടനകൾ എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള വാർത്തകളോടൊക്കെ വനിതാ സംഘടനകൾ കൂടുതലായിട്ടും പ്രതികരിച്ച് നിൽക്കുകയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ ചില സ്ത്രീകളുടെ മരണങ്ങൾ എന്താണ് അച്ചടി മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചു വന്നിരുന്നെങ്കിലും എന്താണ് അതിനു മുമ്പ് സ്ത്രീകളുടെ പ്രശ്നങ്ങളൊക്കെ സമൂഹത്തിൽ വേണ്ടത്ര ശ്രദ്ധ നേടിയിരുന്നില്ല എന്നാണ് ഇവിടെ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ സ്പീക്കിംഗ് ദ ബിറ്റർനെസ് അലൗഡ്, അതായത് കയ്പ് ഉറക്കെ സംസാരിക്കുന്നു എന്ന വാചകം ഉപയോഗിച്ചുകൊണ്ട് ആണ് ഇത്തരത്തിലുള്ള ഈ സ്ത്രീ കൂട്ടായ്മകൾ ഈ ദുരന്തങ്ങളെയൊക്കെ പൊതുശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നത്. അതുപോലെ ഈ ഒരു വാക്കിലൂടെ സമൂഹത്തെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു സംഭാഷണത്തിന് കാരണമാവുകയൊക്കെ ചെയ്തു. അതായത് സ്ത്രീകളെ കൂടുതൽ എല്ലാ കാര്യങ്ങളിലും പുരോഗതി കൊണ്ടുവരിക, അല്ലെങ്കിൽ അവരുടെ ശബ്ദം മുന്നോട്ട് കൊണ്ടുവരിക, അവരുടെ വികസനത്തിന്റെ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് അവരുടെ ജോലി കാര്യങ്ങളിലൊക്കെ കൂടുതലും സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള തരത്തിലായിരുന്നു ഇത്തരം ഒരു സ്ത്രീ സംഘടനകളൊക്കെ രൂപീകരിച്ചിരുന്നത്. അതുപോലെ തന്നെ കേരളത്തിലുടനീളമുള്ള വിവിധ സ്ഥലങ്ങളിൽ ഒത്തുകൂടിയിട്ട് ഇത്തരത്തിൽ സ്ത്രീകൾ പ്രാദേശിക സംഭവങ്ങളോടൊക്കെ പ്രതികരണമായി പ്രതിഷേധ സമ്മേളനങ്ങളും അതുപോലെ ധർണകൾ, അതായത് ഇരിപ്പ് സമരങ്ങളൊക്കെ സംഘടിപ്പിക്കുകയുണ്ടായി. അതുപോലെ വളരെ കാലമായിട്ട് പുരുഷ മേധാവിത്വ സമൂഹം അതുപോലെ സാമൂഹിക രാഷ്ട്രീയ പ്രീണ കേരളത്തിൽ സ്ത്രീകൾക്കെതിരായിട്ട് അതിക്രമങ്ങളൊക്കെ മറച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ സ്വതന്ത്ര വനിതാ പ്രസ്ഥാനം അതിനെ നിയമപരമായിട്ട് ഉള്ള ഒരു വിഷയമാക്കി ഉയർത്തുകയും 1990കളുടെ മധ്യത്തില് നമ്മൾ കേട്ടിട്ടുള്ള സൂര്യനെല്ലി ഉൾപ്പെടെ നിരവധി ലൈംഗിക അഴിമതികൾ മാധ്യമങ്ങള് ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അതായത് 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അവളുടെ ചെറിയ ഗ്രാമത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ഏകദേശം 42 പുരുഷന്മാര് ഒരു മാസത്തോളം അവരെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന ഒരു വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അത്തരം വാർത്തകളൊക്കെ മാധ്യമങ്ങളില് ഇത്തരം സ്ത്രീ സംഘടനകളുടെ ഉയർച്ചയോടെ കൂടുതലായിട്ടും വലിയ വലിയ വിഷയങ്ങളായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു കേസ് പറയുകയാണെങ്കിൽ ഒരു ഐസ്ക്രീം കടയിൽ വെച്ചിട്ട് ഒരു കുട്ടിയെ ബലാത്സംഗം ചെയ്ത ഒരു സംഭവം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇത്തരം സ്ത്രീ സംഘടനകളൊക്കെ വന്നതോടുകൂടി കൂടുതലും മാധ്യമങ്ങളിലും പത്രപ്രവർത്തനങ്ങളിലൊക്കെ കൂടുതലും വലിയ വിഷയങ്ങളായിട്ട് ചർച്ച ചെയ്യപ്പെടാനൊക്കെ ആയിട്ട് കാരണമായി എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ വെളിപ്പെടുത്തലുകളൊക്കെ സ്വതന്ത്ര വനിതാ പ്രസ്ഥാനത്തിന്റെ വികാസവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതായത് സ്ത്രീകളുടെ സ്വതന്ത്രതയെ വികസിപ്പിക്കുന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കൂടുതലായിട്ടും ഉയർന്നു വന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇനി മറുവശത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ഫെമിനിസ്റ്റ് തലമുറയുടെ വ്യക്തിത്വത്തെ കുറിച്ചിട്ട് കൂടുതൽ തെളിവുകൾ ഇന്ന് നിലവിലുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ആദ്യ തലമുറയിലെ ഫെമിനിസ്റ്റുകളിൽ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയും ശ്രീമൂലം പോപ്പുലർ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതുമായ ആദ്യ വനിതാ സ്ഥാനാർത്ഥിയുമായ അന്ന ചാണ്ടിയും ഇത്തരത്തിലുള്ള ഈ വെളിപ്പെടുത്തലുകളിലൊക്കെ അല്ലെങ്കിൽ സ്ത്രീ സംഘടനകളിലൊക്കെ ഉൾപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു വനിതയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ AV കുട്ടിമാളു അമ്മ, ശാരദ കൃഷ്ണൻ, പാർവതി അയ്യപ്പൻ, അക്കമ്മ ചെറിയാൻ തുടങ്ങിയ സ്ത്രീകളും ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട സ്ത്രീകളുടെ ആശങ്കകളൊക്കെ ചർച്ച ചെയ്തിരുന്ന വളരെ പ്രധാനപ്പെട്ട സ്ത്രീ അല്ലെങ്കിൽ വനിതകളിൽ കുറച്ച് ആളുകളായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നിട്ടുണ്ടായിരുന്ന പാർവതി അയ്യപ്പനെയും മറ്റ് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാന പ്രവർത്തകരെയും കുറിച്ച് ചരിത്ര രേഖകള് വളരെ വിരളമായിട്ടാണ് പരാമർശിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് 1930കളില് സ്വതന്ത്ര സമര സേനാനികളായിരുന്ന കാളിക്കുട്ടി ആശാട്ടി, ആര്യ പള്ളം, പാർവതി നെന്മിനി മംഗലം, ലളിതാംബിക അന്തർജനം എന്നിവര് രാഷ്ട്രീയ ഇടതുപക്ഷ ഗ്രൂപ്പുകളിലൊക്കെ ചേർന്ന് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നത് 1980കളുടെ മധ്യത്തിലെ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗ്രൂപ്പുകൾ ഏതൊക്കെയായിരുന്നു എന്നാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് സ്വതന്ത്ര സ്ത്രീ സംഘടനകൾ കൈകാര്യം ചെയ്ത ആദ്യ വിഷയത്തിലെ അനന്തരാവകാശം, സ്ത്രീധനം, ഗാർഹിക പീഡനം എന്നിവയൊക്കെ ആയിരുന്നു സ്വതന്ത്ര സ്ത്രീ സംഘടനകൾ ആദ്യമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്ന വിഷയങ്ങൾ എന്ന് പറയപ്പെടുന്നത്. അപ്പൊ ഈ ഒരു സംഘടനകൾ സൈദ്ധാന്തിക ഫെമിനിസ്റ്റ് വീക്ഷണകോണിൽ നിന്ന് സ്ത്രീകളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഒക്കെ പരിശോധിക്കാൻ തുടങ്ങുകയും
അതുപോലെ അവയുടെ ദുരുപയോഗം തടയുന്നതിനുള്ള സംരംഭങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. അതുപോലെ സ്ത്രീകളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് പുറമെ എന്താണ് 1984 തിരുവനന്തപുരത്ത് നടന്ന ഇന്ത്യൻ അസോസിയേഷൻ ഫോർ വുമൻസ് നാഷണൽ കോൺഫറൻസ് ഗ്രൂപ്പ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെയൊക്കെ വളരെയധികം പിന്തുണയ്ക്കുകയും ഉണ്ടായി. എന്നിരുന്നാൽ തന്നെയും കേരളത്തിലെ ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റുകളിൽ വലിയ ഉത്തരേന്ത്യൻ പട്ടണങ്ങളിലെ വനിതാ ഗ്രൂപ്പുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് സർവകലാശാലകളിലെയും അതുപോലെ കോളേജിലെയും അക്കാഡമിക് വിദഗ്ധർ, അതുപോലെ പത്രപ്രവർത്തകര്, അധ്യാപകര്, അഭിഭാഷകര്, ഫിസിഷ്യന്മാര്, മറ്റ് പ്രൊഫഷണലുകൾ എന്നിവരൊക്കെ ഉൾപ്പെടുന്നു. അതുപോലെ ട്രേഡ് യൂണിയനുകൾ തങ്ങളെ വേണ്ടത്ര പ്രതിനിധീകരിക്കുന്നുവെന്ന് അവർ വിശ്വസിച്ചിരുന്നതിനാൽ തന്നെ അസംഘടിത അല്ലെങ്കിൽ എന്താണ് ദിവസവേതന മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകള് ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളിലൊക്കെ വളരെ കുറഞ്ഞ രീതിയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. 1985 കേരളത്തിന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള തിരുവനന്തപുരത്ത് വെച്ചിട്ട് പ്രചോദന എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരു കൂട്ടം സ്ത്രീകൾ കണ്ടുമുട്ടുകയും ഇത്തരത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ മീറ്റിംഗ് ആയിട്ട് അതിനെ കണക്കാക്കപ്പെടുകയൊക്കെ ചെയ്തു. അതായത് സ്ത്രീകൾക്കിടയിലെ ആദ്യത്തെ ഒരു ഗ്രൂപ്പായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നതാണ് നമ്മൾ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന 1985 നടന്ന പ്രചോദന എന്ന് പറയുന്ന ഒരു കൂട്ടം സംഘടന എന്ന് പറയുന്നത്. ഇതിലെ 5-6 അംഗങ്ങളായിരുന്നു ആദ്യമായിട്ട് ഒരുമിച്ച് കൂടിയതും. അതുപോലെ അവരെന്താണ് സ്ത്രീകളുടെ ആശങ്കകളെ കുറിച്ച് ഒക്കെ സംസാരിക്കുകയുമാണ് ആദ്യത്തിൽ ചെയ്തിരുന്നത്. ഇനി തിരുവനന്തപുരം ജില്ലയിലെ ഒരു അയൽപക്കത്ത് നടന്ന സ്ത്രീധന മരണത്തിൽ പ്രതിഷേധിച്ചു കൊണ്ടായിരുന്നു ഇത്തരത്തില് ആദ്യമായിട്ട് ഈ തിരുവനന്തപുരത്ത് ഇത്തരം കുറച്ച് സ്ത്രീകള് പ്രചോദന എന്ന പേരിൽ സംഘടിക്കുകയുണ്ടായത്. അതുപോലെ അവര് അതിനെതിരായിട്ട് സമരങ്ങളൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്തു. ഇതിൽ പങ്കെടുത്തവരിൽ ഒരാളായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും സ്ത്രീ സംഘടനകളിൽ ഇടപെടുന്ന ഫിസിഷ്യനുമായ AK ജയശ്രീ ഇത്തരം ദുരന്തത്തിൽ പ്രതിഷേധിക്കുകയും അതുപോലെ സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ ആളുകളെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതുപോലെ ആ പ്രദേശത്ത് നിരവധി ദിവസങ്ങള് അവര് സമരങ്ങളിലൊക്കെ ഏർപ്പെട്ട് കഴിയുകയൊക്കെ ചെയ്തു. അപ്പൊ അവരിത്തരം കർമ്മങ്ങളും ഘോഷയാത്രകളൊക്കെ പ്ലക്കാർഡുകൾ ഉപയോഗിച്ചും അതുപോലെ തന്നെ ലേഖകളൊക്കെ നൽകിയുമാണ് ഇത്തരത്തിലുള്ള സമരങ്ങളൊക്കെ നടത്തിയിരുന്നത്. അതുപോലെ തന്നെ അവരെ രാജ്ഭവന് പുറത്ത് കുത്തിയിരിപ്പും അതുപോലെ മാർച്ചുകള് തുടങ്ങിയവയൊക്കെ സംഘടിപ്പിച്ചു. അത് നിയമസഭ ഓഫീസിലേക്ക് നയിക്കുകയും അതുപോലെ തന്നെ അച്ചടി മാധ്യമങ്ങൾക്കൊക്കെ കാര്യമായിട്ടുള്ള ഒരു കവറേജ് നേടിക്കൊടുക്കുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ കോളേജ് പ്രൊഫസറും പ്രശസ്ത നോവലിസ്റ്റുമായിരുന്ന സാറ ജോസഫ് ആണ് മാനുഷി എന്ന പേരിൽ മറ്റൊരു വനിതാ സംഘടന സ്ഥാപിച്ച വ്യക്തി എന്ന് പറയുന്നത്. പെണ്ണെഴുത്ത് അല്ലെങ്കിൽ സ്ത്രീകളുടെ എഴുത്ത് തുടങ്ങി മലയാളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാഹിത്യ പരിശീലനവും അതുപോലെ അവരുടെ സ്വന്തം ഭാഷയും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഫെമിനിസ്റ്റ് ഫിക്ഷൻ രചിക്കുകയൊക്കെ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഈ ഒരു സംരംഭത്തിൽ സാറ ജോസഫിന്റെ സഹപ്രവർത്തകരും അതുപോലെ പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെ 1986-87 വിദ്യാർത്ഥികളൊക്കെ ഉൾപ്പെട്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് മേഖലകളിൽ 1986-നും 1987-നും ഇടയിൽ ബോധന എന്ന പേരിൽ മറ്റൊരു ഫെമിനിസ്റ്റ് സംഘടനയും സ്ഥാപിതമായി. ഇത് 1960കളുടെ അവസാനത്തിലും 70കളുടെ തുടക്കത്തിലും കേരളത്തിലെ കടുത്ത ഭൂ ഉടമകൾക്കെതിരെ ആസൂത്രണം ചെയ്തിരുന്ന തീവ്രമായ ഇടതുപക്ഷ സൈദ്ധാന്തിക അതുപോലെ നക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെ അക്രമാസക്തമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൽ പ്രമുഖയായിരുന്ന കെ അജിതയായിരുന്നു ഈ ഒരു ബോധന എന്ന പേരിലെ ഫെമിനിസ്റ്റ് സംഘടന സ്ഥാപിച്ച ഒരു വ്യക്തി. അതായത് ഇതിലെ പ്രധാന പ്രേരക ശക്തി എന്ന് പറയുന്നത് ഈ പറയുന്ന കെ അജിതയായിരുന്നു. അവര് ജയിൽ മോചിതയായിരുന്ന ഈ പറയുന്ന അജിത എന്ന നക്സലൈറ്റുകളിൽ നിന്ന് വേർപിരിഞ്ഞ് കേരള സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾക്കെതിരെ ഒരു വനിതാ സംഘടനയും ആരംഭിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ ഇത്തരം സ്ത്രീകളുടെ ആശങ്കകളുടെ തത്വശാസ്ത്രവും അതുപോലെ രാഷ്ട്രീയവും പര്യവേഷണം ചെയ്യാൻ വേണ്ടിയിട്ട് സഹജ എന്ന് സ്വയം വിളിക്കുന്ന ഒരു കൂട്ടം ഫെമിനിസ്റ്റുകൾ കോട്ടയത്ത് മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കുകയും അവരോടൊപ്പം തന്നെ ചില പുരുഷന്മാരും ചേർന്ന് അതിനെ പ്രോത്സാഹനം കൊടുക്കുകയൊക്കെ ചെയ്തു.
അതായത് പിന്നീട് വരുന്ന ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ സ്ത്രീ പ്രസ്ഥാനമായിരുന്നു എന്ത് സഹജ എന്ന് പറയുന്ന സ്ത്രീ സംഘടന എന്ന് പറയുന്നത്. ഇത് എന്താണ് സ്ത്രീകളുടെ ആശങ്കകളുടെ തത്വശാസ്ത്രവും രാഷ്ട്രീയവും പര്യവേഷണം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ഈ കോട്ടയത്ത് ഇത്തരത്തിലുള്ള ഒരു ഈ പറയുന്ന മീറ്റിംഗ് കൂടിയത്. അതായത് സഹജ എന്ന് പറയുന്ന സംഘടനയുടെ മീറ്റിംഗ് കൂടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആശാലത, എലിസബത്ത്, ഫിലിപ്പ്, അനില ജോർജ് തുടങ്ങിയവരാണ് ഇത്തരം സംഘടനയുടെ സ്ഥാപകരിലൊക്കെ ചിലരായിട്ട് നിലനിന്നിരുന്നത്. അക്കാലത്ത് എന്താണ് ഏതാനും ദളിത് വനിതാ പ്രവർത്തകരും കോട്ടയം പ്രദേശത്തോട് ചേർന്നുള്ള സ്ത്രീ കൂട്ടായ്മകളിലൊക്കെ പങ്കെടുത്തിരുന്നു. ഇങ്ങനെ സ്ത്രീത്വത്തെ കുറിച്ചുള്ള ചർച്ചകളിലൊക്കെ ജാതി വിഷയം അവിടെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു. ശേഷം എന്താണ് 1980കളുടെ അവസാനത്തില് കോട്ടയം ജില്ലയിലെ കുറിച്ചിയിൽ ദളിത് വനിതാ സമാജം സ്ഥാപിതമാവുകയാണ് ചെയ്തത്. അതുപോലെ വനിതാ പ്രസ്ഥാനത്തിന്റെ ഘടകമായിരുന്ന ഈ ഒരു സംഘത്തിലെ പ്രധാന പ്രവർത്തകയായിരുന്നു ലൗലി സ്റ്റീഫൻ, ഏനായമ്മാൾ തുടങ്ങിയവരൊക്കെ. അതായത് ദളിതരും ഇത്തരത്തിൽ ഈ കോട്ടയത്ത് കൂടിയിട്ടുണ്ടായിരുന്ന ആ ഒരു വനിതാ സംഘടനയില് അംഗമാവുകയും അവർക്ക് വേണ്ടിയിട്ട് ദളിത് പ്രസ്ഥാനങ്ങൾ സ്ഥാപിക്കുകയും അത്തരത്തിലുള്ള ഈ ഒരു ദളിത് പ്രസ്ഥാനത്തിന്റെ മെയിൻ പ്രവർത്തകരായിട്ട് ഉണ്ടായിരുന്നത് ലൗലി സ്റ്റീഫൻ, ഏനയമ്മാൾ തുടങ്ങിയ വ്യക്തികളായിരുന്നു. 1987 ഈ സഹജ എന്ന സംഘടന കോട്ടയം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഏതാനും പുരുഷ സുഹൃത്തുക്കൾ ചേർന്നിട്ടായിരുന്നു പാശ്ചാത്യ നാടുകളിലെ ഫെമിനിസത്തിന്റെ തത്വചിന്തയെയും അതുപോലെ ചരിത്രത്തെയും കുറിച്ചിട്ടുള്ള ആദ്യ മലയാള പുസ്തകം നിർമ്മിച്ചത്. ഡോക്ടർ AK രാമകൃഷ്ണനും KM വേണുഗോപാലും ഫെമിനിസത്തെ പിന്തുണച്ച പ്രധാന വ്യക്തികളിൽ ഒരാളായിരുന്നു. അതുപോലെ ഇവര് രണ്ടുപേരും ചേർന്നിട്ട് സ്ത്രീ പക്ഷപാതം, ചരിത്ര സിദ്ധാന്തം, അതായത് ഫെമിനിസം ചരിത്രവും സിദ്ധാന്തവും എന്ന പേരില് ഒരു ഗ്രന്ഥം രചിക്കുകയും ഉണ്ടായി. ഇനി വടക്കൻ കേരളത്തിലെ കണ്ണൂർ മേഖലയില് 1980കളുടെ അവസാനത്തില് ഉയർന്നു വന്ന മറ്റൊരു സംഘടനയാണ് പ്രബുദ്ധത എന്ന് പറയുന്നത്. ഈ ഒരു സംഘടനയുടെ ചുമതലക്കാരിയായിരുന്നു T ദേവിയും അതുപോലെ M സുൽഫത്തും. അങ്ങനെ ഇത്തരം അയഞ്ഞ സംഘടിത സൗഹൃദ ക്ലബ്ബുകളൊക്കെ സ്വതന്ത്ര കേരള സ്ത്രീ പ്രസ്ഥാനത്തിന്റെ അടിത്തറയായിട്ട് പ്രവർത്തിക്കുകയാണ് ഉണ്ടായത്. സ്ത്രീകളുടെ ആശങ്കകളോടുള്ള ഫെമിനിസ്റ്റ് സമീപനം പിന്നീട് എന്താണ് 1980കളുടെ മധ്യത്തില് സ്വതന്ത്ര ഫെമിനിസ്റ്റ് സംഘടനകളുടെ ഉദയത്തോടെ എന്താണ് സ്വീകരിക്കപ്പെടാതെ ആവുകയും അതുപോലെ ജോലി, സ്കൂള് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളാലൊക്കെ സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള സംഘടനകളിൽ നിന്നൊക്കെ മാറേണ്ടി വന്നപ്പോൾ എന്താണ് ഈ സംഘടനകൾ തുടർച്ചയായിട്ട് പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. എന്നാൽ എന്താണ് 1990കളിലൊക്കെ അവ വ്യത്യസ്ത രീതികളില് പുനഃസംഘടിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. നെക്സ്റ്റ് വരുന്നത് 1990കളില് NGO മോഡലുകൾ ഉപയോഗിക്കുന്ന കേരളത്തിലെ വനിതാ സംഘടനകൾ ഏതൊക്കെയാണ് എന്നാണ്. അത് 1990കളുടെ തുടക്കത്തിലാണ് ഈ സ്ത്രീകളുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ സവിശേഷമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഉയർന്നു വന്ന ഒരു കാലഘട്ടം. ഈ 1990ല് ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകളിലെ അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി സ്ത്രീകൾ എന്താണ് സ്വയം ഭരണ വനിതാ സംഘടനയുടെ ദേശീയ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും അവിടെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് ഉള്ള കേരളീയ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഇടതുപക്ഷ പുരോഗമന സംഘടനയായിരുന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തില് വനിതാ സാംസ്കാരിക ഘോഷയാത്രയായ വനിതാ കലാജാഥ എന്ന് പറയുന്ന ആ ഒരു ജാഥ സംഘടിപ്പിക്കുകയുണ്ടായി. ഇത് രാഷ്ട്രീയ പാർട്ടികൾക്കും അതീതമായിട്ട് എന്താണ് പുരോഗമന സംഘടനകളിലൊക്കെയാണ് കൂടുതലായിട്ടും നിലനിന്നിരുന്നത്. പ്രത്യേകിച്ച് എന്താണ് ഇടതുപക്ഷത്തിന്റെ വനിതാ മേധാവിയായിരുന്ന KR ഗൗരിയമ്മ ഈ ഒരു കമ്മീഷനിൽ അംഗമായിരുന്നതിനാൽ തന്നെ 1996 സർക്കാർ ഒരു വനിതാ കമ്മീഷൻ നിയമാനുസൃത സ്ഥാപനമായിട്ട് അന്ന് സ്ഥാപിച്ചത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ പുരുഷ സഹപ്രവർത്തകർ ആസൂത്രണം ചെയ്തതാണെങ്കിൽ കൂടിയും ഇടതുപക്ഷ പാർട്ടികളുടെ വനിതാ വിഭാഗത്തിലെ മറ്റ് സംഘടനകളായിരുന്ന മഹിളാ സംഘം, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തുടങ്ങിയവയും ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ആരംഭിക്കുകയുണ്ടായി.
ഈ മഹിളാ കോൺഗ്രസ് എന്നായിരുന്നു ഈ കോൺഗ്രസ് പാർട്ടിയുടെ യഥാർത്ഥ ശാഖയുടെ പേര് എന്ന് പറയപ്പെടുന്നത്. ഇത്തരം സ്ത്രീകളുടെ ഈ പാർട്ടി ഗ്രൂപ്പുകളൊക്കെ ലിംഗ സെൻസിറ്റീവ് പ്രവർത്തനങ്ങൾക്ക് ഒക്കെ വളരെയധികം പിന്തുണ നൽകുകയാണ് ഉണ്ടായത്. കെ അജിത 1993 കോഴിക്കോട്ട് അന്വേഷി എന്ന വനിതാ കൗൺസിലിംഗ് സൗകര്യം സ്ഥാപിക്കുകയുണ്ടായി. കെ അജിതയെ കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടു. അവർ തന്നെ 1993 കോഴിക്കോട് അന്വേഷി എന്ന ഒരു വനിതാ കൗൺസിലിംഗ് സൗകര്യം സ്ഥാപിക്കുകയും ഇത് കേന്ദ്രം ആദ്യം പൂർണ്ണമായി സ്വകാര്യ സംഭാവനകൾ മുഖേനയായും അതുപോലെ ധനസഹായം നൽകിയൊക്കെയായിരുന്നു ആദ്യമായിട്ട് ഈ ഒരു സംഘടന അന്വേഷി എന്ന് പറയുന്ന സംഘടന സ്ഥാപിതമായത്. എന്നാൽ ഇത് കാലക്രമേണ അതിന്റെ ഫണ്ടിങ് ഓർഗനൈസേഷനുകളിൽ നിന്ന് കുറച്ചായിട്ട് ഫണ്ടുകളൊക്കെ എടുക്കാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ഉപേക്ഷിക്കപ്പെട്ട പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഒരു വീട്ടില് ഒരു കൗൺസിലിംഗ് സെന്ററിലും അല്പസമയം താമസിക്കാൻ വേണ്ടിയിട്ട് അന്വേഷി വാഗ്ദാനം ചെയ്യുകയാണ് ഉണ്ടായത്. അതായത് ഈ ഒരു അന്വേഷി എന്ന് പറയുന്ന സംഘടന കൂടുതലായിട്ടും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഒരു വീട്ടിലും അതുപോലെ തന്നെ ഒരു കൗൺസിലിംഗ് സെന്ററിലും കുറച്ച് സമയം അവരുടേതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനും അല്ലെങ്കിൽ അല്പസമയം അവര് താമസിക്കാനും സ്വതന്ത്രത നേടാനും സ്വതന്ത്രമായിട്ടുള്ള ആ ഒരു ഇരുത്തത്തിനും വേണ്ടിയിട്ടായിരുന്നു ഇത്തരത്തിലുള്ള അന്വേഷി എന്ന സംഘടനകളൊക്കെ പ്രവർത്തിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ അക്രമങ്ങളും ലിംഗ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് നിരവധി സംരംഭങ്ങൾക്ക് തുടക്കമിട്ടു എന്നാണ് പറയപ്പെടുന്നത്. ഇത് സ്ത്രീകളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനായിട്ട് അന്വേഷി സംഘടിത എന്ന പേരില് ഒരു മാസികയും ഈ ഒരു സംഘടന പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന്റെ ദർശനം എന്നത് ഇന്ത്യൻ സമൂഹത്തിൽ സ്ത്രീകളുടെ പദവിയും പങ്കും സംബന്ധിച്ച സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ചിന്താഗതി മാറ്റുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ദർശനം എന്ന് പറയുന്നത്. 2023 ഈ ഒരു മാഗസിന് വളരെ സജീവമായിട്ട് കണ്ടുവന്നിരുന്ന ഒന്നായിരുന്നു. അവർക്ക് ഇപ്പോൾ ഒരു വലിയ ലൈബ്രറിയും ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത്തരം ഇങ്ങനെയൊക്കെ ഈ സ്ത്രീകളെ ബാധിക്കുന്ന ജാതി അല്ലെങ്കിൽ മതവുമായിട്ട് സംബന്ധിച്ച പ്രത്യേക വെല്ലുവിളികളെയൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ള കോഴിക്കോട്ട് മുസ്ലിം വനിതാ കൂട്ടായ്മകളൊക്കെ സംഘടിപ്പിച്ചിട്ടും അല്ലെങ്കിൽ വികസിപ്പിച്ചെടുത്തിട്ടും ഉണ്ടായിരുന്നു. അതായത് സ്ത്രീകളെ ബാധിക്കുന്ന ജാതിപരമായിക്കോട്ടെ മതപരമായിക്കോട്ടെ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കുറിച്ചുള്ള അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന അത്തരത്തിലുള്ള വെല്ലുവിളികളെയൊക്കെ കുറിച്ച് കൂടുതലായിട്ടും അവരുടെ ആ ഒരു പ്രശ്നങ്ങളിലൊക്കെ കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇവർ കോഴിക്കോട് കൂടുതലായിട്ടും വനിതാ കൂട്ടായ്മകളൊക്കെ സംഘടിപ്പിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ സംഘടനകളില് സ്ത്രീകളുടെ പിളർപ്പ് ഉണ്ടായിരുന്നെങ്കിലും മുസ്ലിം ലീഗ് സംഘടനകളില് അല്ലെങ്കിൽ പ്രവർത്തകയായിരുന്ന VP സുഹറ 1997 കോഴിക്കോട് ഒരു സ്വതന്ത്ര നിസ പ്രോഗ്രസീവ് മുസ്ലിം വിമൻസ് ഫോറം സ്ഥാപിക്കുകയുണ്ടായി. ഇതിനെ അറബിയിൽ നിസ എന്ന വാക്കിന്റെ അർത്ഥം സ്ത്രീ എന്നാണ്. അതുപോലെ മുസ്ലിം സ്ത്രീകൾ നേരിടുന്ന മുത്തലാഖ്, ഒരു പുരുഷൻ നൽകിയ ഇസ്ലാമിക വിവാഹമോചനം അതായത് ത്വലാഖ് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിരുന്നു നിസ എന്ന് പറയുന്ന ഇത്തരം ഒരു സംഘടന ശ്രമിച്ചിരുന്നത്. 1996 തിരുവനന്തപുരത്ത് സഖി വിമൻസ് റിസോഴ്സ് സെന്റർ സ്ഥാപിതമാവുകയും ഇത് ലിംഗപരമായ റോളുകളിലേക്കും മറ്റു പ്രശ്നങ്ങളിലേക്കും ആളുകളെ ബോധവൽക്കരിക്കുന്നതിന് ലക്ഷ്യം ഇട്ടിട്ടുള്ള ഒരു പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനായിട്ടും പ്രചാരകയായിരുന്ന ഏലിയാമ വിജയൻ എന്ന വനിതയ്ക്ക് നൽകിയ മാർക്ക് ആർതർ ഫെലോഷിപ്പിന്റെ ഒരു ഘടകമായാണ് ഈ ഒരു 1996 തിരുവനന്തപുരത്ത് സഖി വിമൻസ് റിസോഴ്സ് സെന്റർ സ്ഥാപിതമായത്. ഇത് സംസ്ഥാന തലത്തിൽ ഒരു പ്ലാറ്റ്ഫോം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു അടിത്തറയായിട്ട് പ്രവർത്തിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇത്തരം വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള സ്ത്രീകളും പുരുഷന്മാർക്കും ഭക്ഷണം നൽകുന്ന വനിതാ NGO-കളായിരുന്നു ആദ്യത്തെ ലിംഗപരിശീലന ക്യാമ്പുകളൊക്കെ സ്ഥാപിച്ചത് എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നത് കേരളത്തിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളിലെ നിരവധി മുന്നേറ്റങ്ങൾ, അതായത് 2000-ലും അതുപോലെ അതിനുശേഷവും കേരളത്തിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളിലെ നിലവിലുള്ള മുന്നേറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ്.
രണ്ടായിരത്തിന്റെ ഒക്കെ തുടക്കത്തില് വൈവിധ്യമാർന്ന ഫെമിനിസങ്ങളിലൊക്കെ ഉയർന്നു വന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇതെന്താണ്, സ്ത്രീകളുടെ പ്രസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ദളിത് ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ സൃഷ്ടിക്കുന്നതിലേക്ക് കൂടുതലായിട്ട് നയിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ ദളിത് പ്രസ്ഥാനങ്ങൾ എന്താണ്, ഇതിനകം തന്നെ കേരളത്തിലെ പല പ്രദേശങ്ങളിലും സുസ്ഥിരമായിട്ടുള്ള ഒരു സംഘടനയായിട്ട് പ്രവർത്തിച്ചു വരികയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അതിന്റെ സ്ത്രീ ശാഖകൾ എന്താണ്, മറ്റു പുരോഗമന പ്രസ്ഥാനങ്ങളെ പോലെ അറിയപ്പെട്ടിരുന്ന ഒന്നായിരുന്നില്ല. അതുപോലെ ഈ കോട്ടയത്ത് സ്ഥാപിതമായിട്ടുള്ള പുതിയ ഫെമിനിസ്റ്റ് സംഘടനയായിരുന്ന പഞ്ചമി ദളിത് വിമൻസ് ഗ്രൂപ്പാണ് ജാതി ശ്രേണിയെയും സ്ത്രീകളുടെ പ്രശ്നങ്ങളെയും കുറിച്ചുള്ള നിരവധി സംഭാഷണങ്ങളൊക്കെ ആരംഭിച്ചത്. തദ്ദേശവാസികൾ എന്താണ്, തങ്ങളുടെ പ്രദേശത്തിന്റെ പരമാധികാരത്തിന് വേണ്ടിയിട്ട് വിളച്ച ചെങ്ങറ ഭൂമി തർക്കത്തെ കുറിച്ചുള്ള പ്രകടനങ്ങളെയൊക്കെ ഈ ഒരു സംഘടന പിന്തുണച്ചു എന്നാണ് പറയപ്പെടുന്നത്. 2024 2025 ഇടയില് ലെസ്ബിയന്, അതുപോലെ ഗേ, ബൈസെക്ഷല്, ട്രാൻസ്ജെൻഡർ പോലുള്ള ശൃംഖലയായിട്ടുള്ള സഹയാത്രിക കേരളത്തിൽ വികസിച്ചു. അതായത് 2004-2005 കാലഘട്ടത്തിൽ എന്താണ്, ലെസ്ബിയന്, ഗേ, ബൈസെക്ഷല്, അതുപോലെ ഈ LGBTQ എന്ന് പറയപ്പെടുന്ന ആ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് സഹയാത്രിക എന്ന പേരിൽ ഒരു സംഘടനയും കേരളത്തില് വികസിച്ചു വന്നു എന്നാണ് പറയുന്നത്. അതായത് പ്രത്യേക ജനസംഖ്യാ ശാസ്ത്രങ്ങൾക്കിടയിൽ അവബോധം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ലൈംഗികവുമായി ബന്ധപ്പെട്ട ചർച്ചകളും വർക്ക്ഷോപ്പുകളും ആസൂത്രണം ചെയ്യുന്നതിലേക്കാണ് ഈ ഗ്രൂപ്പ് നയിച്ചത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അക്കാലത്തെ സാമൂഹിക പ്രസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു എന്ത്, ലൈംഗിക തൊഴിലാളി പ്രസ്ഥാനം എന്ന് പറയുന്നത്. എയ്ഡ്സ് തടയുന്നതിനുള്ള സംരംഭങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു NGO ആയാണ് അവ കേരളത്തില് ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്ത്രീകളുടെ ആശങ്കകൾ വരുമ്പോൾ, അതായത് ജാതി, വർഗം, ലിംഗഭേദം എന്നിവ എപ്പോഴും പ്രബലമായിരുന്ന ഒന്നായിരുന്നു. അതുപോലെ തന്നെ വനിതാ പ്രസ്ഥാനം, ഇത്തരത്തിലുള്ള വനിതാ പ്രസ്ഥാനങ്ങളൊക്കെ അതിന്റെ പല തന്ത്രങ്ങളും പുനഃപരിശോധിക്കുകയും അതുപോലെ സ്വത്ത് രാഷ്ട്രീയത്തിന്റെ ഉത്തരാധുനിക സൈദ്ധാന്തിക വിഷയങ്ങളെ സൂക്ഷ്മമായി പരിശോധിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ഈ LGBT, ലൈംഗിക തൊഴിലാളി പ്രശ്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെ പ്രസ്ഥാനങ്ങളിലെ ഫെമിനിസ്റ്റുകള് വളരെ വ്യത്യസ്തമായ വീക്ഷണങ്ങളൊക്കെ പുലർത്തിയിരുന്നു. ലെസ്ബിയന്, ട്രാൻസ്ജെൻഡർ, ലൈംഗിക തൊഴിലാളി ആശങ്കകള് തുടങ്ങിയവയൊക്കെ യഥാർത്ഥത്തിൽ എന്താണ്, സ്ത്രീകളുടെ പ്രശ്നമാണോ എന്നതാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിലെ ഫെമിനിസ്റ്റുകളൊക്കെ ചർച്ച ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നത്. ഈ വനിതാ പ്രസ്ഥാനത്തിന്റെ വിഭാഗങ്ങൾക്കിടയിൽ തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എല്ലാ ഗ്രൂപ്പുകളും എന്താണ്, എല്ലാ ഗ്രൂപ്പുകളെയും ഉൾപ്പെടുത്തൽ എന്നത് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരുപാട് സ്ത്രീ സംഘടനകളൊക്കെ മുന്നില് നമ്മൾ ഒരുപാട് സ്ത്രീ സംഘടനകളൊക്കെ പരിചയപ്പെട്ടു. എന്നാലും ആ സംഘടനകളിലൊക്കെ എന്താണ്, ഈ പറയുന്ന LGBT ആ ഒരു വിഭാഗത്തിലുള്ള സംഘടനകളെയും ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് നടന്ന് അല്ലെങ്കിൽ കണ്ടുവരുന്ന ഒരു കാര്യം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സംസ്ഥാനത്തെ സെമിനാർ പരിപാടികൾ, അതുപോലെ മാധ്യമ ചർച്ചകളിൽ തുടങ്ങിയവയിലൊക്കെ എന്താണ്, ഇത്തരത്തിലുള്ള ട്രാൻസ്ജെൻഡറുകളുടെ പ്രശ്നങ്ങളെ ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തു. ഏകദേശം 5 വർഷമായിട്ട് LGBT വ്യക്തികളുടെ അവകാശങ്ങളെയൊക്കെ മാനിക്കുന്നതിനായിട്ട് കേരളത്തിലെ വാർഷിക അഭിമാന ഉത്സവം എന്ന പേരിൽ ഒരു ഉത്സവം നടക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ആളുകൾ അക്രമത്തിനെതിരെ പ്രതിഷേധിക്കുകയും അവരുടെ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുകയും ചെയ്യുന്ന രീതികളും സമീപ വർഷങ്ങളിൽ ഗണ്യമായി വികസിച്ചു വന്നിരുന്ന ഒന്നായിരുന്നു. അപ്പൊ ഈ ഒരു ദിവസങ്ങളിൽ എന്താണ്, പാട്ടും നൃത്തവും പോലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഒരു ഘോഷയാത്രയോ അല്ലെങ്കിൽ ധർണയോ കാണുന്നത് വളരെ സാധാരണമായിരുന്നു. കേരളത്തിൽ എന്താണ്, തെരുവ് നാടകങ്ങൾ അവതരിപ്പിക്കുക അല്ലെങ്കിൽ വിവിധ രീതികളിൽ വസ്ത്രം ധരിച്ച് സ്ത്രീകൾ സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുകയാണ് ഉണ്ടായത്. മറ്റു പ്രചാരണങ്ങളിലും പ്രസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ സംഭാഷണങ്ങളിലൊക്കെ പ്രവർത്തനവുമായി എന്താണ്, ഫെമിനിസ്റ്റുകളുടെ ശാരീരിക സാമീപ്യം അല്ലെങ്കിൽ സാന്നിധ്യം പുനഃസ്ഥാപിക്കാനൊക്കെ ശ്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇത്തരം തങ്ങളുടെ പുരുഷാധിപത്യ സംസ്കാരത്തിലെ അക്രമത്തിനും അതുപോലെ വിവേചനത്തിനുമെതിരെ ശബ്ദമുയർത്താൻ വേണ്ടിയിട്ട് ധൈര്യപ്പെട്ട ഏക ഫെമിനിസ്റ്റുകളുടെ പ്രയത്നങ്ങളൊക്കെ കേരളത്തിന്റെ സ്വതന്ത്ര സ്ത്രീ പ്രസ്ഥാനത്തിന്റെ അടിത്തറയായിട്ട് മാറുകയാണ് ഉണ്ടായത്. അതുപോലെ ശക്തമായിട്ടുള്ള ഈ മാർക്സിസ്റ്റ് രാഷ്ട്രീയ പൈതൃകവും അതുപോലെ മികച്ച വികസന സൂചികയുമുള്ള ഈ കേരളത്തിലെ പുരോഗമന സംസ്ഥാനങ്ങളില് അല്ലെങ്കിൽ ആ കേരളത്തിനുള്ളിലെ സംസ്കാരം നന്നായി പരിഗണിക്കപ്പെടുകയും അതുപോലെ തന്നെ സ്ത്രീകളുടെ
പ്രധാന ആശങ്കകളെ കുറിച്ച് എന്താണ് അവബോധം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഫെമിനിസ്റ്റുകളൊക്കെ എന്താണ് കൂടുതലായിട്ടും പോരാടിയിരുന്നു. അതുപോലെ തന്നെ എന്താണ് ലൈംഗിക ചൂഷണം അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങള് തുടങ്ങിയവയൊക്കെ തുടച്ചു നീക്കാനായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ശ്രമങ്ങളൊക്കെ കേരളത്തില് ക്രമേണ ലിംഗഭേദമന്യേ എന്താണ് സാമൂഹിക പരിവർത്തനം കൊണ്ടുവരികയൊക്കെ ചെയ്തു. അതുപോലെ സ്ത്രീകളുടെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഇത്തരത്തിലുള്ള നടപടികളൊക്കെ ആരംഭിച്ചത് കൂടുതലായിട്ടും വനിതാ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായിരുന്നു. ഇത്തരം ചരിത്രരചന കൺവെൻഷനുകളിലൊക്കെ എന്താണ് സ്ത്രീകളുടെ കാഴ്ചപ്പാടുകൾ ഉൾപ്പെടുത്തുകയും അതുപോലെ പുതുതായിട്ട് ഉയർന്നു വരുന്ന മാധ്യമങ്ങള് രാജ്യത്തെ ബോധവൽക്കരിക്കുന്നതിലൂടെ അവരുടെ ആ മാധ്യമങ്ങളുടെ ആ കവറേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും എന്താണ് ഒരുപാട് ഇന്ത്യയിൽ യാഥാർത്ഥ്യത്തിന്റെ സാമൂഹികമായിട്ടുള്ള ഒരു നിയമനിർമ്മാണ പേജുകളൊക്കെ ഉണ്ടാക്കി എന്നാണ് പറയപ്പെടാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇതെല്ലാം നോക്കി കാണുമ്പോൾ ഒരു ഉപസംഹാരമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് അടിക്കടി അവഗണിക്കപ്പെടുമ്പോഴും ഒരു സംസ്ഥാനത്തിന്റെ നിലയിൽ എന്താണ് കേരളത്തിന്റെ വളർച്ചയെ പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ അറിയപ്പെടുന്ന കേരള മാതൃക വികസനവുമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീകളുടെ റോളുകൾ ഗണ്യമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അവകാശപ്പെടാനായിട്ട് സാധിക്കുന്നത്. അപ്പോ ഈ ഒരു പാഠഭാഗത്ത് നമ്മള് കൂടുതലായിട്ട് മനസ്സിലാക്കിയിരുന്നത് എന്താണ് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ സ്ത്രീകളുടെ വികസനത്തിന്റെ സൂചികകൾ മനസ്സിലാക്കുക, അതുപോലെ കേരളത്തിലെ സ്ത്രീ സംഘടനകളെ തിരിച്ചറിയുക, അതുപോലെ തന്നെ കേരളത്തിലെ ലിംഗഭേദവുമായി ബന്ധപ്പെട്ട സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ മനസ്സിലാക്കുക, ഇത്തരം സ്ത്രീ സംഘടനകൾ കേരളത്തിൽ കൊണ്ടുവന്ന ഒരുപാട് സംഘടനകളെ കുറിച്ച് പഠിക്കുക, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ തടയുന്നതിന് വേണ്ടി അവരുടെ സമരങ്ങള് കുത്തിയിരിപ്പ് സമരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പരിചയപ്പെടുക അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്ന രീതിയിലാണ് ഈ ഒരു പാഠഭാഗം കടന്നു പോയിട്ടുള്ളത്. അപ്പോ ഇതാണ് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. അതായത് മറ്റു രാജ്യങ്ങളിലേക്കാൾ കൂടുതലും കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇത്തരത്തിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങളിലൊക്കെ വളരെ വ്യത്യസ്തമായ തരത്തിലായിരുന്നു രാഷ്ട്രീയപരമായും സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെ വർത്തിച്ചു വന്നിരുന്നു എന്നാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഈ യൂണിറ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു.